പ്രധാന വാർത്തകൾ. വൻ മയക്കുമരുന്ന് വേട്ട. നെയ്യാറ്റിൻകരയിൽ കാറിൽ നിന്നും കടയിൽ നിന്നുമായി 11.7 ഗ്രാം MDMA പിടികൂടി. 2 പേർ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിനിടെ നെയ്യാറ്റിൻകര എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. കാറിലും കടയിലുമായി സൂക്ഷിച്ചിരുന്ന 11.7 ഗ്രാം MDMA, മെഥിലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ, 26 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് വള്ളക്കടവ് സ്വദേശി ഉൾപ്പെടെ 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവർ: ഷംനു, 29, വള്ളക്കടവ് സ്വദേശി ദിലീപൻ, 43, വെള്ളനാട് സ്വദേശി. കാറിൽ നിന്നും കടയിൽ നിന്നുമായി ലഹരി. നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചക്കട ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് മയക്കുമരുന്ന് കടത്ത് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയിൽ കാറിൽ സൂക്ഷിച്ചിരുന്ന MDMA പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വെള്ളനാട് മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള ദിലീപന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ കൂടുതൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചു. ഈ കടയിൽ നടത്തിയ റെയ്ഡിൽ ബാക്കി MDMA കൂടി എക്സൈസ് സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. കാറിൽ നിന്നും 26 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. കേസെടുത്ത സംഘം ലഹരി വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ എക്സൈസ് സംഘത്തിൽ റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രാജേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രസന്നൻ, അനീഷ്, ലാൽകൃഷ്ണ, വിനോദ്, അൽത്താഫ്, അഖിൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത എസ്, സിനി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സുനിൽ പോൾ എന്നിവരുമുണ്ടായിരുന്നു. പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് മയക്കുമരുന്നിന്റെ ഉറവിടം, വിതരണ ശൃംഖല എന്നിവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എക്സൈസ് ഊർജിതമാക്കി. ന്യൂസ് സിറ്റി, തിരുവനന്തപുരം.